നമുക്ക് 17-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധിക്ക് അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനിയും നടക്കരുത്. അതായത് ഇത് വളരെ ക്ലിയറാണ്. ഇത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ആയിരിക്കുന്ന ഓരോ വിശ്വാസിയോടും നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, അല്ലെങ്കിൽ ഓരോ വിശ്വാസികളും ഓടും അപ്പോസ്തലൻ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. അതായത് ഇവിടെ ഈ സഭയിലുള്ള ഓരോ വ്യക്തികളും മുൻപേ ജാതികളായിരുന്നു, മുൻപേ ദൈവമില്ലാത്തവരായിരുന്നു, യേശുക്രിസ്തുവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുമ്പിലത്തെ നടപ്പ് പോലെ നിങ്ങൾക്ക് നടക്കുവാൻ അനുവാദമില്ല. അത് ഊട്ടി ഉറപ്പിച്ചു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അവിടെ എഴുതി വെച്ചേക്കുവാണ്. സോ ദിസ് ഐ സേ ആൻഡ് അഫേം ടുഗെദർ വിത്ത് ദ ലോർഡ്. കർത്താവിനോടുകൂടെ ഞാൻ ഉറപ്പിച്ച് ഇത് പറയുന്നു. ദാറ്റ് യു വാക്ക് നോ ലോങ്ങർ ജസ്റ്റ് ആസ് ദ ജെൻറ്റൈൽസ് ആൾസോ വാക്ക് ഇൻ ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ദെയർ മൈൻഡ്. അവരുടെ വ്യർത്ഥ ബുദ്ധിക്ക് അനുസരിച്ച് ജാതികൾ നടന്നതുപോലെ നിങ്ങൾ ഇനിയും നടക്കരുത് എന്ന് പറഞ്ഞാൽ, മുൻപേ നിങ്ങൾ ഈ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ വീണ്ടും ജനിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ടായിരുന്നു, ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും ജാതികളായിരുന്നു. ജാതികളുടെ ആചാരപ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ പാരമ്പര്യത്തിൽ ക്രിസ്ത്യാനികളായിട്ട് കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റു മതത്തിൽ വന്നവരായിരിക്കാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതികളും നമ്മുടേതായിട്ടുള്ള ന്യായീകരണങ്ങളും ജീവിതത്തിലെ ഓരോ നിലപാടുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നമ്മൾ ചേർന്നിരിക്കുന്നത് കൊണ്ട്, യേശുവിനോട് ചേർന്നിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ജീവിത രീതിയുണ്ട്. അല്ലാതെ ജാതികളെപ്പോലെ വീണ്ടും അവരുടെ വ്യർത്ഥ ബുദ്ധിക്കനുസരിച്ച് നടന്നതുപോലെ നമ്മൾ ഫൂളിഷായിട്ട് നടക്കരുതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവർ നടന്ന രീതിയെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം വീണ്ടും നമ്മളോട് ഉപദേശിക്കുന്ന ജാതികൾ അവർ വളരെ അത്യാഗ്രഹത്തോടുകൂടി ഈ ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ദൈവത്തിൻ്റെ ജീവനല്ലെന്നും അവർ അകന്നു കഴിഞ്ഞവരാണ്. അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും മാറാനുള്ള രണ്ട് കാര്യങ്ങൾ? ഒന്ന്, അവർക്ക് ബിക്കോസ് ഓഫ് ദ ഇഗ്നറൻസ്, അവരുടെ അറിവില്ലായ്മ. രണ്ട്, ബിക്കോസ് ഓഫ് ദ ഹാർഡ്നെസ് ഓഫ് ദ ഹാർട്ട്, അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മളും ഒരു കാലത്ത് ഇഗ്നറൻ്റ് ആയിരുന്നു, അറിവില്ലാത്തവരായിരുന്നു. രണ്ടാമതായിട്ട് നമ്മളുടെ ഹൃദയ കാഠിന്യമുള്ളവരായിരുന്നു. കാരണം നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ പലവട്ടം സത്യസുവിശേഷം കേട്ടിട്ടുണ്ട്, കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല. അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഓരോ ഹൃദയ കാഠിന്യം ഒരു ചെറിയ ചെറിയ ലെവലായിട്ട് വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇഗ്നറൻ്റായിട്ട് ജീവിച്ചവരായിരുന്നു. പക്ഷേ ഇന്ന് നാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് നാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, അത് തികച്ചും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. നമ്മൾ ദൈവത്തില്ലാതെ, ദൈവത്തിൻ്റെ ജീവനെ കൂടാതെ ജീവിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവിധ ജഡീക പ്രവൃത്തികളും വളരെ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയിലും രസിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടവരുമെന്നുള്ളതാണ് ഒരു സത്യം. അപ്പം നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചിട്ട് ഇതിലേക്ക് തിരികെ വരാം. റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ
നമ്മൾ 1-ാം അധ്യായത്തിൽ 18 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കുന്ന ഒരു ദൈവമല്ല. നമ്മൾ ഓർക്കല്ലേ, എന്നെ രക്ഷയിലേക്ക് വിളിച്ചു, മറ്റാളെ എന്തുകൊണ്ട് രക്ഷയിലേക്ക്? അപ്പോൾ നമ്മളോട് രണ്ടുപേരോടും രണ്ട് രീതിയാണോ ദൈവത്തിന്? അങ്ങനെയല്ല. നമ്മൾ 1-ാം അധ്യായം വളരെ ക്ലിയറായിട്ട് കാരണം ഇതെല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളോട് പല ഉടക്ക് ചോദ്യങ്ങൾ പലരും നമ്മുടെ ജീവിതയാത്രയിൽ ചോദിക്കും. അപ്പം വി മസ്റ്റ് ബി ഏബിൾ ടു ഗിവ് ദം ആൻ ആൻസർ. നമുക്ക് ഓരോരുത്തരോടും സത്യമായിട്ട് നമുക്ക് ഒരു മടിയും കൂടാതെ, എന്നാൽ സ്നേഹത്തിലും താഴ്മയിലും നമുക്ക് അവരോട് മറുപടി പറയണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബാക്കപ്പ് ഉണ്ടായേ പറ്റൂ. അപ്പോൾ അതിൻ്റെ 1-18 മുതൽ വായിക്കുമ്പം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദാറ്റ് മീൻസ് ലോകത്തിലുള്ള സകലവിധ ജനങ്ങൾക്കും ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ദൈവം കൊടുത്തു. എങ്ങനെ കൊടുത്തു? അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. അവർക്കൊരു എക്സ്ക്യൂസുമില്ല. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഇപ്പം നമ്മൾ വായിച്ചതാ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധിക്ക്. എങ്ങനെയാണ് വ്യർത്ഥരായി തീർന്നത്? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം പല രീതികളിൽ, അത് ബൈബിളിലൂടെ തന്നെ ആവണമെന്നില്ല. ഇവിടെ നമ്മൾ വായിക്കുന്ന സൃഷ്ടിയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിട്ട് ദൈവമുണ്ടെന്നും അല്ലെങ്കിൽ ദൈവത്തെ ആരായാനും ഒരു മനസ്സ് കാട്ടിയില്ലെങ്കിൽ അവർ വ്യർത്ഥബുദ്ധിക്ക് അനുസരിച്ച് പോകുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. നമ്മൾ അതും ഇപ്പോൾ വായിച്ചു. അവരുടെ ഡാർക്ക്നെസ്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഗോട്ട് ഡാർക്കൻഡ് എന്ന് നമ്മൾ വായിച്ചു. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഇതാണ് ഇന്ന് കർത്താവിനെ അറിയാത്തവർ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈ സത്യത്തെ സ്നേഹിക്കാത്ത ഓരോരുത്തരും അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ദൈവമില്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള വളരെ മത്സരബുദ്ധിയോടുകൂടി ഇരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യർ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇത് തന്നെയല്ലേ നമ്മൾ എഫേസ്യ ലേഖനത്തിലും വായിച്ച്, അത് അത്യാഗ്രഹത്തോടുകൂടി ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, നമുക്കും ഇതേ അവസ്ഥ നമുക്കുണ്ടാകാമായിരുന്നു. എന്തുകൊണ്ട് കർത്താവ് നമ്മളെ വിളിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു മേന്മയും ഇവിടെ ദൈവസന്നിധിയിൽ പറയാനില്ല. ഒരു മനുഷ്യനും പൊങ്ങച്ചം പറയാനായിട്ട്, പുകഴാനായിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ മിടുക്ക് കൊണ്ടോ, ഞാൻ പണ്ട് ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ പണ്ട് മുതലേ ബൈബിൾ വായിച്ചത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. കൃപയാൽ മാത്രമാണ്. നമ്മളും വേണമെങ്കിൽ അത്യാഗ്രഹത്തോടുകൂടി ഈ ജാതികൾ ജീവിച്ചതുപോലെ തന്നെ ജീവിക്കാം. പക്ഷേ ഇന്ന് ഈ 17-ാം വാക്യം മുതൽ ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, തറപ്പിച്ചു പറയുകയാണ്, ഇനിയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിത രീതിയില്ല. അത് നമ്മൾ ഇനി കെയർഫുള്ളാണ്. ഇനിയും നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മൾ ജാതികളെപ്പോലെയാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ, ജാതികളുടെ വൃദ്ധബുദ്ധിക്കനുസരിച്ച് നാം ജീവിക്കുന്നെങ്കിൽ, ഡെഫിനറ്റ്ലി കർത്താവിനെ അറിയാത്തവരോട് തന്നെ ദൈവം പറയുകയാണ്, അവർക്ക് എക്സ്ക്യൂസ് ഇല്ല. രക്ഷിക്കപ്പെട്ട് നമ്മളെ ഈ വൃദ്ധബുദ്ധിയിൽ നിന്നൊക്കെ രക്ഷിച്ച് ഈ രക്ഷ അനുഭവിച്ചതിന് ശേഷം നാം ഇനിയും തെറ്റിപ്പോയാൽ നമ്മളുടെ മേളിലുള്ള ന്യായവിധി എത്ര സ്ട്രിക്റ്ററാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നിട്ട് വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ് 20-ാമത്തെ വാക്യത്തിൽ, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ജാതികൾ വ്യർത്ഥബുദ്ധിക്ക് അനുസരിച്ച് അവർക്കൊരു ജീവിത രീതി ഉണ്ടായിരുന്നു. അവർ സകലവിധ ദുഷ്കാമങ്ങളിലും അത്യാഗ്രഹങ്ങളിലും പണക്കൊതിയിലും
എന്ന് വേണ്ട എല്ലാ ജഡീകമായിട്ടുള്ള അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചുവെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ പഠിക്കുന്നത് അങ്ങനെ ഒരു ജീവിത രീതിയല്ല. അപ്പം നമ്മളിൽ നിന്ന് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് കർത്താവിലൊരു ജീവിത രീതിയുണ്ട്, അത് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ലേ? അങ്ങനെ നമ്മളിവിടെ വായിച്ചു, ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത് എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസിയിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒരു പഠനമാണ്. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും വേണം. ആ പഠനത്തിൽ ഏത് ദിവസം പഠിച്ചാലും ആ പഠന വിഷയം കർത്താവിൻ്റെ ജീവിതം തന്നെ ആയിരിക്കണം. ദാറ്റ് ഈസ്, അത് ജീസസ് മസ്റ്റ് ബി അവർ സ്റ്റഡി. അല്ലെങ്കിൽ നമ്മുടെ അത് ആ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ഇറ്റ് ഹാസ് ടു ബി എ ലൈഫ് ലോങ് സ്റ്റഡി. ജീവിതം നമുക്ക് എത്ര നാൾ കർത്താവ് ഇവിടെ തരുന്നോ അത്രയും നാളും നമ്മൾ പഠിക്കേണ്ടത് കർത്താവ് യേശുവിനെ കുറിച്ച്. അല്ലെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയും എവിടെ അതലങ്ങും വിലങ്ങും പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടതും, നമ്മൾ സെർച്ച് ചെയ്യേണ്ടതും, തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടതും കർത്താവ് യേശുവിൻ്റെ ജീവിതത്തെയാണ്. അതാണ് നമ്മൾ ഒപ്പിയെടുക്കേണ്ടതും. അങ്ങനൊരു ജീവിത നിലവാരമാണ് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നമ്മളിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. ഇനിയും ആ പഠനം കാരണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് തുടർന്ന് താഴോട്ട് എഴുതിയിരിക്കുന്നത്. നമുക്കത് വായിക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. സോ ഇത് നമുക്ക് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സഭയോട് എന്നെ ദൈവം ചേർത്തപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ പഴയ മനുഷ്യൻ്റെ ഒരു സ്വാധീനവും എനിക്കില്ലെന്നല്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മുടെ പഴയ സ്വഭാവങ്ങൾ പലയിടത്തും പല സമയങ്ങളിലും കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് പഴയ മനുഷ്യനെ പരിപൂർണമായിട്ടും പഴയ മനുഷ്യൻ്റെ സ്വാധീനത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു പഠനം ഡെയിലി ബേസിസിൽ ഓരോ ദിനം പ്രതി കർത്താവിൻ്റെ വചനം പഠിക്കുകയും ആ പഠിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുകയും വേണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനസ്സ് രൂപാന്തരം ഉണ്ടാകണം. ഈ മനസ്സ് രൂപാന്തരം എന്ന് പറയുന്നത് നമുക്ക് സ്വതവേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ന്യായപ്രമാണ കാലത്ത് ന്യായപ്രമാണം ഓരോന്നും പ്രമാണങ്ങളായിട്ട് നിയമമായിട്ട് അനുസരിച്ചാൽ മതിയെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തിരുവചനങ്ങളെ എഴുതുന്നത്. അപ്പം ദൈവം എഴുതാൻ വരുമ്പോൾ, അല്ലെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനസ്സ് രൂപാന്തരപ്പെടാൻ വരുമ്പോൾ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ: പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ നാം അനുവദിച്ചു കൊടുക്കുക. അതായത് ഇനി പറയുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ഈ ചതിമോഹങ്ങളിൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. ഓക്കെ, നമുക്കൊരു പഴയ ജീവിതമുണ്ട്. ഈ പഴയ മനുഷ്യൻ കറപ്റ്റഡായി തീർന്നത്, വഷളായിപ്പോയത് എന്തുകൊണ്ടാണ്? ചതിമോഹങ്ങളാലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും എന്തായിരുന്നു? ജഡത്തിൻ്റെ പ്രവൃത്തിയെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന, അല്ലെ ജഡത്തിൻ്റെ പ്രവൃത്തിക്ക് അനുകൂലമായിരിക്കുന്ന കുറേ കാര്യങ്ങളായിരുന്നു. അതിൽ നമ്മൾ ആസ്വദിച്ച് ജീവിച്ചവരായിരുന്നു. ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? കർത്താവിനെ പഠിക്കും തോറും, കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും തോറും നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്, അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതുക്കം, ദാറ്റ് ഈസ് put on a new self and you be renewed in the spirit of your mind. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്. അപ്പോൾ ഇവിടെ ഒരു റിന്യൂവൽ ഉണ്ടാവണം. ഈ റിന്യൂവലിന് വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, ഈ പുതിയ മനുഷ്യൻ ഉരുവാകുക എന്ന് പറഞ്ഞാൽ, നമുക്ക് അടുത്ത വേർഡും കൂടെ ഒന്ന് വായിക്കാം. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട
പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്, നമുക്കൊരു പഴയ മനുഷ്യനുണ്ട്. ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നമുക്ക് ആന്തരികമായിട്ടൊരു പുതിയ മനുഷ്യനെ നമ്മൾ ഉണ്ടാക്കാനല്ല, ദൈവമാണ് അത് സൃഷ്ടിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള ഒരു വ്യക്തിയെ ഒരു നല്ല മോറൽ ആയിട്ടുള്ള ഒരു മോറലി ഗുഡ് പേഴ്സൺ ആക്കി മാറ്റുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടലി ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മുടെ അകമേ ഉള്ള മനുഷ്യൻ മാറണം. സോ അതൊരു പുതിയ സൃഷ്ടിയാണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് ക്രിയേഷനാണ്. അതുകൊണ്ടാണ് ഈ നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞത്, നീ നല്ല മനുഷ്യനാകാനല്ല പറഞ്ഞത്, നീ മോറലി ഒരു ഗുഡ് പേഴ്സൺ ആകാനായിട്ടല്ല പറഞ്ഞത്, സദാചാരത്തിൽ ജീവിക്കുക, ഒരു നല്ല സദാചാര ബോധത്തോട് ഉള്ള ഒരു മനുഷ്യനായി മാറ്റുക, മനുഷ്യനെ ആക്കി മാറ്റുക എന്നുള്ളതല്ല ക്രിസ്തീയ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ ഒരു മനുഷ്യനായി മാറുക. അതുകൊണ്ടാണ് അയാൾക്കത് പിടികിട്ടാഞ്ഞത്. വീണ്ടും ജനനം പറഞ്ഞപ്പോൾ നിക്കോദിമോസ് ചോദിക്കുന്ന ഒരു ചോദ്യം, അതെന്താ, ഇനിയും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കയറാൻ എനിക്ക് സാധിക്കുമോ? സോ ടോട്ടലി അതൊരു സ്പിരിച്വൽ സെൻസിൽ, ഒരു ആത്മീയ അർത്ഥത്തിലാണ് കർത്താവ് അത് പറയുമ്പോൾ ആ ബോധം നിക്കോദിമോസിന് ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ ആ വെളിച്ചം നിക്കോദിമോസിന് ഇല്ലാതായിപ്പോയി. ഇന്ന് ദൈവം ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ രൂപാന്തരമുണ്ടായി. സോ എങ്ങനെയാണ് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളും. നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ആദാമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണെങ്കിൽ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ കറപ്റ്റഡായി. ഇന്ന് യേശുക്രിസ്തുവിലൂടെ ആ റിക്കവറിയാണ്, വീണ്ടെടുപ്പാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. വീണ്ടും ദൈവാനുരൂപമായ ഒരു പുതിയ സൃഷ്ടിയായി നമ്മുടെ ഉള്ളിൽ മാറുകയാണ്. എങ്ങനെയാണ്? വിശുദ്ധിയിലും നീതിയിലും, സത്യത്തിൻ്റെ ഫലമായ വിശുദ്ധിയിലും നീതിയിലും ഒരു പുതിയ മനുഷ്യനായി തീരുകയാണ്. സോ അപ്പം ഇതിന്ന് ക്ലിയർ ആവേണ്ട ഒരു കാര്യം അതാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനാകണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് സ്വന്തമായിട്ട് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഇത് സ്വന്തമായിട്ട് നടത്താനായിട്ട് ആഗ്രഹിക്കും, അതിന് കുറേ നിയമങ്ങളുണ്ടാക്കും, വെള്ള വസ്ത്രം എടുക്കുക അല്ലെങ്കിൽ എന്ന് വേണ്ട, ഇങ്ങനെ ഈ ജഡാഭിലാഷങ്ങളെ മാറ്റാൻ വേണ്ടി നമ്മളായിട്ട് കുറേ നിയമങ്ങളുണ്ടാക്കും. ഈ നിയമങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മൾ പുതിയ സൃഷ്ടിയാകത്തില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണെന്നുള്ളത് മനസ്സിലാക്കുക. നീ വേറെ ചിലരുണ്ട്, ഒന്നും ചെയ്യണ്ട, ദൈവാത്മാവ് എന്നെ അങ്ങ് വിശുദ്ധമാക്കും അല്ലെങ്കിൽ നീതിയിൽ നടത്തും, ഒരിക്കലും സംഭവിക്കത്തില്ല. ഇവിടെ എല്ലാം ഉണ്ടാവേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് റെഡിയാണ് നമ്മളെ നന്നാക്കാൻ. പക്ഷേ നമ്മൾ വിധേയപ്പെട്ടില്ലെങ്കിൽ, നമ്മളുടെ ആ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് നമ്മൾ കർത്താവിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ, ഈ സൃഷ്ടി നമ്മുടെ ഉള്ളിൽ നടക്കുകയില്ല. ഇതാണ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ എഴുതിയപ്പോൾ പറയുകയാണ്, ക്രിസ്തുവിൽ പരിച്ഛേദനയോ അഗ്രചർമ്മമോ അല്ല കാര്യം, പുതിയ സൃഷ്ടി അത്രേ കാര്യം. Totally it is the work of the Holy Spirit, but it is the work in cooperation with that particular person. ആ വ്യക്തിയുമായിട്ടുള്ള ഒരു സഹകരണത്തോടു കൂടി ഉള്ളിൽ ക്രിയ ചെയ്യുന്ന ഒരു ക്രിയയാണ് ഈ പുതിയ മനുഷ്യൻ. നമുക്ക് താഴോട്ട് വായിക്കാം. എന്നിട്ട് ആകയാൽ, അപ്പോൾ ഇങ്ങനൊരു പ്രവർത്തനമുള്ളത് കൊണ്ട് ഈ പുതിയ മനുഷ്യനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് താഴോട്ട് എഴുതിയേക്കുന്നത്. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവാൻ നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഒന്നാമതായിട്ട് പറയുകയാണ്, ഭോഷ്ക് ഉപേക്ഷിച്ചിട്ട് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരോട് സത്യം സംസാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന്, ഞാനത് ഇംഗ്ലീഷിലും കൂടെ വായിക്കാം. Therefore laying aside falsehood, speaking truth each one of you with his neighbor, for we are members of one another. അപ്പോൾ ഒന്നും ദൈവം പറയുകയാണ്, നമ്മൾ പുതിയ സൃഷ്ടി ആയതുകൊണ്ട് തന്നെ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭോഷ്ക് സംസാരിക്കരുത്.
എന്താ? അപ്പം നമ്മൾ ഓർക്കും, നമ്മൾ നോർമലി നമ്മൾ രക്ഷിക്കപ്പെട്ട ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കള്ളം പറയുന്ന ഒരു സാധ്യതയില്ല. അറിഞ്ഞുകൊണ്ട് കള്ളം പറയുന്നെങ്കിൽ ഓർക്കുക, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ കള്ളത്തരത്തിൻ്റെ അപ്പൻ ആരാണെന്ന് കർത്താവ് ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുക. അത് പിശാചാണെന്ന് പരീശനോട് പറയുകയാണ്. പരീശനോട് നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ അപ്പൻ പിശാചാണ്. പിശാചിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞേക്കുന്നത് ഈസ് കോൾഡ് ആസ് ദ ഫാദർ ഓഫ് ലൈസ്. അത് ദൈവം കർത്താവ് തന്നെ ചാർത്തിക്കൊടുത്ത ഒരു ടൈറ്റിലാണ്, ദ ഫാദർ ഓഫ് ലൈസ്. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുന്നെങ്കിൽ നമ്മളുടെ ദൈവത്തിൻ്റെ നേച്ചർ അല്ല അത്. കാരണം നമ്മൾ വേറൊരിടത്ത് വായിക്കുന്നു, ഫോർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ടു ലൈ. ദൈവത്തിന് കള്ളം ഭോഷ്ക് പറയാൻ അസാധ്യമാണ്. സോ ഭോഷ്ക് എന്ന് പറഞ്ഞൊരു കാര്യം ഇറ്റ് ടോട്ടലി കംസ് ഫ്രം ദ ഡെവിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മാനസാന്തരവും നമ്മുടെ രക്ഷയെക്കുറിച്ച് പോലും നമ്മൾ സംശയിക്കേണ്ടതായിട്ട് വരും ഇഫ് വി ഡെലിബറേറ്റ്ലി ടെൽ എ ലൈ. എന്നാൽ നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും ഒരുപക്ഷെ ഈ വാക്യം വായിക്കുമ്പോൾ ഞങ്ങളാരും കള്ളം പറയുന്നില്ലല്ലോ, എന്നിട്ട് പരിശുദ്ധാത്മാവ് ഇത് പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഭോഷ്ക് വിട്ട്, അല്ലേ, ഇങ്ങനെയാണ്, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച്. സോ യു നീഡ് ടു ലേ എസൈഡ് ദിസ് ഫാൾസ്ഹുഡ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് വരാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കള്ളത്തരമായിട്ടൊന്നും പറയത്തില്ലായിരിക്കും, പക്ഷേ ഈ പരീശന്മാരോടും നോക്കിയപ്പോൾ അവരും പ്രമാണം അനുസരിച്ച് ജീവിച്ചവരാ. അവർ നാഴിക 40 വട്ടം കള്ളം പറഞ്ഞുകൊണ്ടല്ല കർത്താവ് അവരെ നിങ്ങളുടെ അപ്പൻ ഡെവിളാണെന്നും ഡെവിൾ കള്ളൻ്റെ അപ്പനാകുന്നു എന്നൊക്കെ പറഞ്ഞത്. അവർ കള്ളം പറഞ്ഞത് കൊണ്ടൊന്നുമല്ല. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ അവർ ഭക്തരാണെന്ന് ആക്ട് ചെയ്ത് കാണിച്ചവരാണ്, അല്ലേ? അതായത് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് കാണിക്കുന്നത് കള്ളത്തരം തന്നെയാണ്. നമ്മൾ സഭയിൽ വരുമ്പോൾ ഒരു മുഖം കാണിക്കുകയും നമ്മുടെ ഭവനത്തിലും നമ്മൾ ജോലി ചെയ്യുന്നിടത്തും മറ്റൊരു രീതിയിലാണെങ്കിൽ നമ്മൾ ഭോഷ്കല്ലേ കാണിക്കുന്നത്. ഇതാണ് ലീവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ വളരെ ഓണസ്റ്റായവരാണെങ്കിൽ നമുക്ക് സഭയിലും ഒരു മുഖം, വെളിയിലും ഒരു മുഖം, നമ്മൾ എവിടെയാണെങ്കിലും ഒരു മുഖം തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ചേർച്ച് മെമ്പേഴ്സിൻ്റെ മുമ്പിൽ നമ്മളൊരു റോങ് ഇംപ്രഷൻ, അല്ലെങ്കിൽ ആത്മീയരെന്നുള്ള ഒരു ഇംപ്രഷൻ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ യു ആർ ടെല്ലിങ് ലൈസ്. അത് ഫാൾസ്ഹുഡാണ്. ഇത് മാറ്റാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യാനാ? സത്യം സംസാരിക്കുക. അപ്പോൾ ഭോഷ്ക് മാറ്റിയാൽ മാത്രം പോരാ, അതിനകത്ത് ദാറ്റ് ഈസ് ദ നെഗറ്റീവ് പാർട്ട്. പോസിറ്റീവായിട്ടുള്ളൊരു പാർട്ടും കൂടെ ചെയ്യണം. സത്യം സംസാരിക്കുക, ഓണസ്റ്റായിട്ട് പറയുക. ഇത് ഏറ്റവും കൂടുതൽ അബദ്ധം വരുന്നത് പലപ്പോഴും സഭയിൽ നയിക്കുന്ന പാസ്റ്റേഴ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അവർ പ്രസംഗിക്കുമ്പോഴും അവർ സഭയിൽ ഓരോ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും അവർക്ക് ഈ ഇംപ്രഷൻ എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് അവരെ സംബന്ധിച്ച്. അവരെപ്പോഴും ഇംപ്രസ് ചെയ്യാനായിട്ട് അവരുടെ ആത്മീയത, ഇല്ലാത്ത ആത്മീയത കാണിക്കാനായിട്ടുള്ളൊരു ശ്രമമുണ്ടാവും. ഇത് ഭോഷ്കാണ്. അനന്യാസും സഫേറയും അവർ മരിച്ചു വീണതിൻ്റെ കാരണം അവരില്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് അവിടെ അവതരിപ്പിച്ചതുകൊണ്ട്. ദ സെയിം തിങ് ക്യാൻ ഹാപ്പൻ ടു അസ്. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇന്ന് ചേർച്ചുകളിൽ ഇത് സംഭവിക്കാത്തത്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർച്ചിൽ വരുമ്പോൾ വിചാരിക്കരുത് ചേർച്ച് എന്ന് പറഞ്ഞൊരു പെർഫോമിങ് സ്ഥലമാണ്, ഇവിടെ ഞാൻ കുറച്ച് ഗുഡായിട്ടിരുന്നേ പറ്റൂ. അങ്ങനെയല്ല. നമ്മൾക്ക് ആ ഒരു ബോധമുണ്ടാകണം, ദൈവമേ ഞാൻ ഈ കാണിക്കുന്നത് കപടതയാണ്, ഐ വോണ്ട് ടു ചേഞ്ച്. ഇതാണ് ഇപ്പം നമ്മൾ മേളിൽ വായിച്ചു, ഈ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്ന ജോലി പരിശുദ്ധാത്മാവിൻ്റെയാണ്. നമ്മൾക്ക് എന്തുകൊണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? നമ്മൾ ഹിപ്പോക്രിറ്റ്സ് ആയിരിക്കാം. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ വെളിയിലുള്ള ജീവിതത്തിൽ കർത്താവിനോട് പരിപൂർണമായിട്ടും വിശ്വസ്തയോടുകൂടി ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. ചിലപ്പോൾ സാക്ഷ്യമില്ലാത്തൊരു ജീവിതം കൊണ്ട് നടക്കുന്നവരായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ വെച്ച് ഉപവാസത്തോടെ പ്രാർത്ഥിച്ചുകൂടാ? അങ്ങനൊരു ശ്രമമെങ്കിലും നമ്മളിൽ നിന്ന് നടക്കണ്ടേ? ശരിക്കും യഥാർത്ഥത്തിൽ ഓണസ്റ്റ് ആണെങ്കിൽ, ട്രൂത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ
എപ്പോഴും അവരുടെ മനസ്സ് ഇങ്ങനെ ചിന്തിക്കുകയും അവർ കർത്താവിൻ്റെ മുമ്പിൽ ഏറെ താഴ്മയോടെ ഇരിക്കും. ദൈവമേ, ഞങ്ങൾക്ക് ഇങ്ങനൊരു ഹിപ്പോക്രസി കാണിക്കണ്ട, വി വോണ്ട് ടു ബി ട്രൂത്ത്ഫുൾ, ഞങ്ങൾക്ക് സത്യസന്ധരായിട്ട് നിന്നാൽ മതി. കാരണം കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യമാണ് എന്താ, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ചിട്ട് സത്യം മാത്രം സംസാരിക്കുക. ഇന്നു മുതൽ അങ്ങനെ ഇതുവരെയും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. ദാറ്റ് ഈസ് ലോർഡ്, ഐ വോണ്ട് ടു ടെൽ ദ ട്രൂത്ത് എവറി ടൈം. അതിന് എൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും ഐ വോണ്ട് ടു ഓൾവേസ് സ്റ്റാൻഡ് ഇൻ ദ ട്രൂത്ത്. എനിക്ക് സത്യത്തിൽ തന്നെ നിൽക്കണം. എനിക്ക് ഒരു വ്യക്തിയുടെ മുമ്പിലും എനിക്കില്ലാത്ത ഒരു ആത്മീയത കാണിക്കാൻ ഇടവരരുത്. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഇല്ലെങ്കിൽ ഇല്ല, എനിക്കറിയത്തില്ലെങ്കിൽ അറിയത്തില്ല, എനിക്ക് ഇന്നൊരു സ്വഭാവമുണ്ട്, അതുണ്ട്. അത് അഡ്മിറ്റ് ചെയ്യുന്നതിലാണ് കാര്യം. അല്ല എനിക്ക് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതെല്ലാം ഫോൾസ്ഹുഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുമാത്രമല്ല, ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. വെളിപാട് പുസ്തകത്തിൽ പറയുകയാണ്, ഓൾ ലയേഴ്സ്, സകല സകല കള്ളത്തരം പറയുന്നവരെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഇത് ഡയറക്റ്റ് ഹെല്ല് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഇനിയും പറയുകയാണ്, കോപിച്ചാൽ നാം പാപം ചെയ്യാതിരിക്കുവിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഇനി കോപിച്ചാൽ പാപം ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പം ഇതിൻ്റെ അർത്ഥം നമുക്ക് കോപിക്കാമെന്നാണോ? ഇപ്പം നമ്മൾ ഇത് പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ടത് ആരിൽ നിന്നാണ്? കർത്താവിൽ നിന്നാണ്. ഇപ്പോൾ കർത്താവ് കോപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യമേ നോക്കേണ്ടത്. കർത്താവ് കോപിച്ചിട്ടുണ്ട്. കർത്താവ് കോപിച്ചേക്കുന്ന ഇൻസിഡൻറ്റ് ഒരിക്കലും കർത്താവിനെ വ്യക്തിപരമായിട്ട് മുറിവേൽപ്പിച്ച കാര്യങ്ങളിലല്ല. അത് നമുക്ക് ക്രൂശ് മരണത്തിൻ്റെ സ്ഥലത്ത് വെച്ച് കർത്താവിനെ ആക്ഷേപിച്ചവരുണ്ട്, അല്ലേ? കർത്താവിനെ അടിച്ചവരുണ്ട്, കർത്താവിൻ്റെ മേൽ മുൾക്കിരീടം ചുമത്തി കർത്താവിനെ കൊണ്ട് ക്രൂശ് ചുമപ്പിച്ചു, കർത്താവിനെ ചാട്ടുവയറ് കൊണ്ട് അടിച്ചു. ഇവിടെയൊക്കെ നമുക്ക് കർത്താവിനെ കാണുന്നത് എങ്ങനെ? രോമം കത്രിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ വളരെ സൈലൻ്റായിട്ട് ഇരുന്ന് കൊടുത്തു. പക്ഷേ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, കർത്താവ് യെരുശലേമിൽ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അന്ന് പഴയ നിയമകാലമായതുകൊണ്ട് തന്നെ യെരുശലേം പള്ളിക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ ആലയമായിരുന്നു. ആ ആലയം ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വിൽപ്പനശാലയാക്കിയപ്പോൾ കർത്താവിൻ്റെ രീതി മാറി. കർത്താവ് അവിടെ വളരെ വളരെ ഡിഫറൻ്റായിട്ട് അവിടെ പെരുമാറുന്നതായിട്ട് നമ്മൾ കാണണം. അവിടെ കർത്താവിന് വളരെ ധാർമ്മിക രോക്ഷത്തോടുകൂടി, വിത്ത് ഇൻഡിഗ്നേഷനോടുകൂടി അവിടെ ഇടപെടുന്നു. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, കർത്താവിൻ്റെ അവന് ദൈവത്തോടുള്ള എരിവാണ് അവനെ കൊണ്ട് അത് ചെയ്യിച്ചതെന്ന്, അല്ലേ? ആ ഒരു ജലസാണ്. അപ്പം അതൊരു ധാർമ്മിക രോക്ഷമാണ്. അതെന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ നാമം എടുത്ത് ബിസിനസ് ചെയ്തപ്പോൾ. ഇന്ന് നമ്മൾ നമ്മുടെ ആത്മീയ ഗോളത്തിൽ ഇന്ന് പ്രാർത്ഥനയുടെ പേരിൽ, ഏത് പ്രാർത്ഥനയുടെ പേരിലും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുക, നമ്മുടെ ചേർച്ചിലുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, ദയവ് ചെയ്ത് ഈ പ്രാർത്ഥനയുടെ പേരിൽ പൈസ പിരിക്കുന്ന ഒരു സ്ഥലത്തും പോകരുത്. അങ്ങനെയുള്ള പ്രോഗ്രാംസിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുക. കാരണം ഗോഡ് ഈസ് എഗൻസ്റ്റ് ഓൾ സച്ച് തിങ്സ്. ദൈവം അങ്ങനെയുള്ള കാര്യങ്ങളോടെല്ലാം എതിരാണ്. കാരണം നമുക്ക് ഈ ഒരു ഇൻഡിഗ്നേഷൻ ഇല്ലെങ്കിൽ, നമുക്ക് ഈ ഒരു ധാർമ്മിക രോക്ഷമില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സൈഡിലല്ല, കർത്താവ് പറയുന്ന രീതിയിലല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ബി ആംഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ആങ്കർ ആകാനുള്ള ഒരു സ്പേസാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൽ പൈസ ഉണ്ടാക്കുകയും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കതിന് എതിരെ ഒരു നിലപാടുണ്ടാവണം. നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റില്ല, നമുക്ക് ആരുടെയും നന്നാക്കി അവരെ വഴക്കടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെയൊന്നുള്ളൊരു വെപ്പൺസ് നമുക്കില്ല. കാരണം ദൈവം പറയുന്നു, നമ്മുടെ പോരിൻ്റെ ആയുധമോ ജഡീകങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ മേലിൽ അടിയുണ്ടാക്കാനും കേസ് കൊടുക്കാനും ഒന്നും പറ്റില്ല. പക്ഷേ നമുക്കൊരു നിലപാടെടുക്കാമല്ലോ, അല്ലേ? നമുക്ക് അവരിൽ നിന്ന് വിട്ടു നിൽക്കാമല്ലോ. നമുക്ക് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാമല്ലോ, സ്നേഹത്തിൽ സത്യം സംസാരിക്കാമല്ലോ. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്.
ഇവരെ കാണുമ്പോൾ അവർക്കും കൈ കൊടുത്ത് അവരോടും ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്ന ഒരു 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 കോംപ്രമൈസിങ് ലൈഫല്ല. അപ്പോൾ അവിടെ നോക്കിക്കുക, അവിടെ എല്ലാം നമ്മൾ പിന്നെയും എല്ലാം തെറ്റിക്കുക, പോഷ്ക്ക് സംസാരിക്കുന്നു, ഹിപ്പോക്രസി കാണിക്കുന്നു. ഇതെല്ലാം ഇറ്റ് ഇൻവൈറ്റ്സ് ഗാഡ്സ് ജഡ്ജ്മെൻറ്റ്. ദൈവത്തിൻ്റെ ന്യായവിധി അത് വരുത്തുവാൻ ഇടവരികയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് ബി ആങ്ക്രി. അപ്പോൾ എവിടെയാണ് നമ്മൾ ആങ്കർ ചെയ്യാൻ, നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ലാത്തത്? കർത്താവിൻ്റെ ഇതിലേക്ക് നോക്ക്. കർത്താവിനെ സ്വയമായിട്ടും കർത്താവിനെ കർത്താവിനെ ഉപദ്രവിച്ചപ്പോൾ, സ്വയം വേദനിക്കപ്പെടുമ്പോൾ അവിടെ ദേഷ്യപ്പെടുമ്പോഴാണ് പാപം. പക്ഷേ അവിടെ കർത്താവ് വളരെ സൈലൻ്റായിട്ട് നിന്നതേ ഉള്ളൂ. എങ്ങനെ നമ്മൾ വായിക്കുന്നു പത്രോസിൻ്റെ ലേഖനത്തിൽ, അവന് ഒരുപാട് കഷ്ടങ്ങൾ ഏറ്റപ്പോഴും സകലതും എവിടെ ഏൽപ്പിച്ചു? തൻ്റെ പിതാവായ ദൈവത്തിലേക്ക്, എല്ലാം ന്യായമായിട്ട് വിധിക്കുന്നവൻ്റെ കൈകളിലേക്ക് ഫലമേൽപ്പിക്കുക അത്ര ചെയ്തത്. അത്രത്തോളം സൈലൻ്റായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കർത്താവ് മറ്റൊരിടത്ത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിക്ക് എതിര് നിന്നപ്പോൾ, ഒരു ശാപത്തിൽ സൗഖ്യമാക്കി അല്ലെങ്കിൽ ആ സൗഖ്യമാക്കുന്നതിന് ഒക്കെ എതിർപ്പ് നിന്നപ്പോഴും നമ്മളവിടെ വായിക്കുന്ന കർത്താവ് വളരെ ദേഷ്യത്തോടു കൂടി നോക്കി എന്ന് തന്നെ നമ്മൾ വായിക്കുന്നു. സോ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ ഒരു ധാർമ്മിക രോക്ഷം നമുക്കുണ്ടാകണം. അത് നമ്മുടെ നിലപാടുകളിലൂടെ വ്യക്തമാക്കേണ്ട ആളുകളാണ്. അവിടെ നമ്മൾ ഡബിൾ പ്ലേ കളിക്കുവാണെങ്കിൽ നമ്മൾ വീണ്ടും പോഷ്ക്ക് സംസാരിക്കുന്നവർ തന്നെയാണ്. നമുക്ക് അടുത്ത വേർഡിലേക്ക് വേഗം. നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഇതെന്താണ് ഈ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുന്നത്? നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ കോപം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകാം. ഒരിക്കലും ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും ഒരിക്കലും കോപം ഉണ്ടാകത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കോപത്തിൻ്റെ ഇൻസ്റ്റൻസസുകൾ ഉണ്ടാകും. അതുണ്ടാകുമ്പോൾ അത് പാപമാണ്. അത് ആരിൽ നിന്ന് വന്നാലും അത് പാപം തന്നെയാണ്. പക്ഷേ ദൈവം അതിനൊരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടൈം ലിമിറ്റാണ് അവിടെ പറയുന്നത്. എന്താണ്? നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനുള്ള ടൈം ദൈവം കൊടുത്തേക്കുന്നത് എന്നാണ്? ടിൽ ദ സൺ ഗോസ് ഡൗൺ. സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കണം. അത് ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അത് സെറ്റിൽഡ് ആകണം. അല്ല ചേർച്ച് മെമ്പേഴ്സുമായിട്ടാണെങ്കിൽ നെക്സ്റ്റ് ഡേയിലൊന്നും ആക്കി കളയരുത്, അന്ന് തന്നെ നിരപ്പ് പ്രാപിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ ആണെങ്കിൽ അവിടെ എവിടെയായാലും ഇന്നത്തെ കാലത്ത് നമുക്ക് കുറേ കൂടി എളുപ്പമാണ് ഇവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുവാൻ. കാരണം നമുക്ക് ഫോണുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം ക്ലിയറാക്കാൻ. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ഒഴിവ് ന്യായങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ പിശാചിന് അവസരം കൊടുക്കുകയാണ്. നമുക്കറിയാം, അത് ഞാൻ എടുക്കുന്നില്ല. ശൗലിനെ സംബന്ധിച്ച് ശൗലും ദാവീദിനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പം ശൗലിൻ്റെ ഉള്ളിൽ ദാവീദിനെക്കുറിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ദാവീദിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതായി. അങ്ങനെ ദാവീദിനെ കൊല്ലാനായിട്ടും ദാവീദിനോടൊരു ഹേറ്റ്രഡും ഒക്കെ ഉണ്ടായി. എന്നാൽ അന്ന് നമ്മൾ വായിക്കുന്നത് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ എന്താ വായിക്കുന്നതെന്ന് വെച്ചാൽ, ശൗലിൻ്റെ മേലിൽ ദുരാത്മാവ് വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, ഇതാണ് പ്രശ്നം. നമ്മൾ വിചാരിക്കും നമ്മൾ സെറ്റ് റൈറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ നമുക്ക് ദേഷ്യങ്ങൾ ഉണ്ടാകാം. കാരണം നമ്മൾ മുമ്പോട്ട് പോകാൻ ജീവിതയാത്രകളിൽ പലപ്പോഴും ഉണ്ടാകാം. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് ദേഷ്യപ്പെടാമെന്നുള്ളതിനെ ന്യായീകരിക്കുകയല്ല, അല്ലെങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന് പറയുകയല്ല. അതൊരു സിന്നാണെന്ന് കാണണം. കണ്ടിട്ട് നമ്മളത് വർക്കൗട്ട് ചെയ്തേ പറ്റൂ. കാരണം സീറോ ആങ്കറിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണം. അത് കീപ്പ് ഓൺ. ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ആങ്കർ സീറോ ആകുന്നിടത്തോളം ദൈവം ഇതിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് നമ്മുടെ ആ ഒരു ഹൃദയാവസ്ഥയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അത് ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിനുള്ള കൃപ നമുക്ക് നൽകും. അതാണ്. ഇല്ലെങ്കിൽ
ഉള്ള പ്രശ്നം പിശാചിന് ഇടം കൊടുക്കും. പിശാചിന് എന്തിനുള്ള ഇടമാണ് കൊടുക്കുന്നത്? നമ്മളെ ദൈവസന്നിധിയിൽ കുറ്റപ്പെടുത്താനുള്ള ഇടവരുത്തുകയാണ്. സോ അതുകൊണ്ടാണ് അത് കർശനമായിട്ടും പറഞ്ഞത്, നിങ്ങൾ കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം വരെമേ അത് നിലനിർത്താൻ പാടുള്ളൂ, അതിനു മുമ്പേ ഗെറ്റ് റിക്കൺസൈൽഡ്. ഈവൻ കർത്താവ് പോലും അത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ സഹോദരന് നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ യാഗവസ്തു അവിടെ വെച്ച് പോയി അവനോട് നിരന്നുകൊള്ളുവിൻ. ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് പോലും അത് തടസ്സമാണ്. അത് ക്ലിയറായിട്ട് മനസ്സിലാക്കിയേ പറ്റും. ഇത് നമ്മൾ ഇതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് നമ്മൾ ചേർച്ചിലേക്ക് വരുന്നെങ്കിൽ, എന്നിട്ട് ചേർച്ചിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയാണ് ഞങ്ങൾ വിശ്വാസികളാണെന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് വചനങ്ങളാണ് ലംഘിക്കുന്നത്. നമ്മൾ ഫോഷ്ക്ക് ചെയ്യുകയാണ്, നമ്മൾ ഹിപ്പോക്രിറ്റ്സ് ആകുകയാണ്, കപടരായി തീരുകയാണ്. നമുക്ക് വായിക്കാം. കള്ളൻ ഇനിയും കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. വീണ്ടും കള്ളന്മാരെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഞാൻ സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ചോദിക്കും, ഞങ്ങളാരും മോഷ്ടിച്ചിട്ടില്ലായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോൾ ഒരു വ്യക്തിയുടെ സ്വത്ത് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഗവൺമെൻറ്റിനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ട് മറ്റുള്ളവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ റെപ്യൂട്ടേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് കിട്ടേണ്ട ഗ്ലോറി, മഹത്വം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം സ്റ്റീലിംഗ് ആണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് മുമ്പേ നമ്മൾ സ്റ്റീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഇവിടെ പറയുന്ന ആ കള്ളത്തരം കാണിച്ച് മോഷ്ടിക്കുന്നതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഈ കള്ളനായിരിക്കാം, പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവനോട് ഒന്നാമതായിട്ട് പറയുന്നത്, കള്ളൻ ഇനിയും കക്കാതെ. അതുകൊണ്ട് നിർത്തുവല്ല. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വലിയ എസൻസ് എന്ന് പറയുന്നത്, കള്ളന്മാരോട് പറയുക ഇനി കക്കാതിരിക്കണമെന്ന് മാത്രമല്ല പറയുന്നത്, നീ എന്ത് ചെയ്യണം? നേരത്തെ നീ നിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപകരിച്ചെങ്കിൽ, ഇനി നീ ചെയ്യേണ്ടത് എന്താ? സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്തിട്ട് നീ നിനക്ക് മാത്രം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല, നീ മറ്റുള്ളവർക്കും കുറവുള്ളവന് നന്മ ചെയ്യുക. അതല്ലേ അവിടെ പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന, കള്ളൻ ഇനിയും കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആകേണ്ടത്, ഒരു മോഷ്ടിക്കുന്ന ഒരുത്തനോട് മോഷണം നിർത്താൻ മാത്രമല്ല കർത്താവിൻ്റെ മാർഗം പഠിപ്പിക്കുന്നത്, അതിനുശേഷം അവനിലൂടെ നന്മ പ്രവൃത്തി ചെയ്യാൻ അവൻ കൈകൊണ്ട് അധ്വാനിച്ച് ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് നന്മയും കൂടി വരണം. അപ്പം അവൻ്റെ പഴയ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത രീതി ആളുകൾ കാണുകയാണ്. പണ്ടത്തെ കള്ളനെ മാത്രമല്ല, അവൻ മാറിയെന്ന് മാത്രമല്ല പറയുന്നത്, മാറുക മാത്രമല്ല, അവനിന്ന് മോഷണം നിർത്തിയെന്ന് മാത്രമല്ല, അവൻ ഒരുപാട് പേരെ ഇന്ന് അവൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് സഹായിക്കുന്നവനും കൂടിയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വെളിച്ചം അത്ര കണ്ട് പരക്കട്ടെ, സോ ദാറ്റ് ഇത് കണ്ട് അവർ പിതാവായ ദൈവത്തെ മഹത്വപ്പെടട്ടെ. ഇനിയും അടുത്തത് 29-ാമത്തെ വചനത്തിൽ പറയുമ്പം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ഇനിയും പറയുകയാണ്, വാഗുണ്ട് നമ്മുടെ ആകാത്തത്, നമ്മുടെ ഫൗൾ ലാംഗ്വേജസ് ഉപയോഗിക്കുന്നവർ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് ചീത്ത വർത്തമാനങ്ങളും മറ്റുള്ളവരെ ദൂഷിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അത് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റമായിക്കോട്ടെ, മറ്റുള്ളവരെ ശാപവാക്കുകളായിരിക്കാം, നമുക്ക് അല്ലെ ചീത്ത വർത്തമാനങ്ങളായിരിക്കും, ഇതൊന്നും ഇന്ന് നമ്മൾ പറയുന്നില്ലായിരിക്കാം. ഇത് മാത്രം പറയാതിരുന്നാൽ പോരാ, പിന്നെ എന്തും കൂടെ പറയുക, മറ്റുള്ളവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്ക് നല്ല വാക്കുകൾ പറയണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഒരു നല്ല മറ്റുള്ളവർക്ക് കൃപ ലഭിക്കണമെങ്കിൽ, കൃപ ലഭിക്കാൻ തക്കതായ വാക്കുകൾ വേണമെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ സാച്ചുറേറ്റഡ് ആയിട്ട് ഇരുന്നേ പറ്റും അല്ലേ? ദൈവവചനം ഹൃദയം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ
കൃപ ലഭിക്കുന്നതായിരിക്കും, മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ചീത്ത വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവനായിരിക്കാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ സാക്ഷ്യം ഇത് മാത്രം പോരാ. ഇപ്പം ഞാൻ ആരെയും ചീത്തയൊന്നും വിളിക്കുന്നില്ല, അത് മാത്രം പോരാ. പിന്നെന്താ? അതിനു പകരം നിന്റെ വായിൽ നിന്ന് വരുന്ന, നീ സംസാരിച്ചേ പറ്റൂ, പക്ഷെ നിന്റെ സംസാരം അന്നത്തെ പോലല്ല, മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുന്നതായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിൻ്റെ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇത് നോക്കിക്കേ, ഈ 30-ാമത്തെ വാക്യം 29-ഉം 30-ഉം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? അതായത് ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഇപ്പം ഗ്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ദുഃഖിപ്പിക്കുന്നത്. ഇപ്പം പരിശുദ്ധാത്മാവ്, സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ കൊണ്ട് നടക്കുമ്പോൾ, നമ്മൾ ആകാത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, യെശയ്യാവിൻ്റെ പുസ്തകം 63-ന്റെ 10-ാമത്തെ വചനത്തിൽ, അതൊന്ന് മാത്രം ഒന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 63-ന്റെ 10, 63-ന്റെ 10 ഇങ്ങനെ പറയുന്നു: എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് ദൈവം അവർക്ക് ശത്രുവായി തീർന്നു. നോക്കിക്കേ, ഇത് എത്ര സീരിയസ് ആയിട്ട് നമ്മൾ ഓർക്കണം. നമ്മൾ ഒരാളോട് മോശമായിട്ട് സംസാരിക്കുകയും ഒരാളെ വ്രണപ്പെടുത്തുകയും ഒരാളുടെ കുറിച്ചുള്ള കയ്പ് നമുക്ക് താഴോട്ട് വരുമ്പോഴും അത് പറയും. ഇതെല്ലാം കാരണങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് വളരെ സെൻസിറ്റീവാണ്. നമ്മൾ ഒരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ഒരാളെക്കുറിച്ച് മോശമായിട്ട് ഒരാളുടെ നന്മയിൽ സന്തോഷിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ വായിച്ചു, പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചത് കൊണ്ട് ദൈവം അവരുടെ ശത്രുവായി തീർന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ലൈഫിൽ നമ്മൾ ഭൗതിക നന്മകളാണെങ്കിലും ആത്മീയ നന്മയിലും നമുക്കൊരു വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ പരിശുദ്ധാത്മാവിനെ ഈ കാരണങ്ങളാൽ എവിടെയൊക്കെയോ ഗ്രീവ് ചെയ്യുന്നുണ്ട്. മറ്റു വ്യക്തികളെ മോശമായിട്ട് കാണിക്കുകയോ മറ്റു വ്യക്തികളെ വ്രണപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിമിത്തം പരിശുദ്ധാത്മാവ് ഗ്രീവ്ഡ് ആകുകയാണ്, ദുഃഖിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടില്ല എന്താണ് ഇമ്പാക്ട്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയേക്കാണ്, ദൈവം നമ്മുടെ ശത്രുപക്ഷത്താകും. ദൈവം നമ്മുടെ ശത്രുപക്ഷത്തായാൽ നമുക്കൊരിക്കലും ഒരു അനുഗ്രഹങ്ങളിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വളരെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. 31-ാമത്തെ വാക്യത്തിൽ വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങളെ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. എന്താ? കുറച്ച് കയ്പെന്നല്ല, എല്ലാ കയ്പും. ഓൾ ബിറ്റർനെസ്, ലെറ്റ് ഓൾ ബിറ്റർനെസ്, റാത്ത്, ആങ്കർ, ക്ലാമർ, സ്ലാൻഡർ എന്ന് പറയും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ബി പുട്ട് അവേ ഫ്രം യു വിത്ത് ഓൾ മാലിസ്, എല്ലാ ദുഷ്ടതയോടുകൂടിയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. കാരണം ഇത് ഇരുന്നാൽ ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ നാളിനായി മുദ്രയിട്ട് വെച്ചിരിക്കുക. മുദ്രയിട്ട് വെച്ചേക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുന്ന നാം ദൈവത്തിൻ്റേതാണ്. അപ്പം ദൈവത്തിൻ്റെ പൊസഷൻ ആകുമ്പോൾ ഇവിടെ ആരെക്കുറിച്ചും ഒരു കയ്പോ കോപമോ ക്രോധമോ ഒരു കുറ്റാരമോ ഒരു ദൂഷണമോ പറയാനായിട്ട് നമ്മുടെ നാവിനെയോ നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു കാര്യമോ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇതെല്ലാം ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം ശത്രുപക്ഷത്തായി തീരും. നമ്മുടെ ഇന്ന് എന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളിലൊന്നും വിടുതൽ കിട്ടാതെ ഇരിക്കുന്നെങ്കിൽ ഓർക്കുക, ദീസ് ക്യാൻ ബി ദ റീസൺസ്. ദൈവം ശത്രുക്കളുടെ പക്ഷത്താകുന്ന പല രാജാക്കന്മാരുടെ കാര്യത്തിൽ നമ്മൾ വായിക്കുന്നു. സ്വസ്ഥതയോടുകൂടി ജീവിച്ച രാജാവ്
ദൈവത്തിൽ ആശ്രയിക്കാതെ വന്നപ്പോൾ പിന്നെ അന്ന് മുതൽ യുദ്ധമാണ്. നോക്കിക്കേ, ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങൾ നമുക്കുണ്ടാവും. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. ദിസ് ക്യാൻ ബി എ റീസൺ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സുള്ളവരുമായി, മനസ്സലിവ് ഉള്ളവരായി, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ഇപ്പം നിങ്ങളുടെ കോപവും ക്രോധവും മാറ്റിയാൽ പോരെ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മോഷ്ടിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞ് മോഷ്ടിക്കാതിരുന്നാൽ മാത്രം പോരാ, അവൻ നന്മ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള കയ്പ് ഇതൊന്നും മാറ്റിയാൽ മാത്രം പോരാ, പിന്നെ എന്തും കൂടെ ചെയ്യണം. നിങ്ങൾക്ക് ദയ ഉണ്ടാവണം, മനസ്സലിവുണ്ടാവണം. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. Forgive one another. ഇതാണ് ഇതിൻ്റെ കീ. ഇതിന് നമ്മൾ തയ്യാറാകണം. ഇതാണ് ആ പുതിയ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പുതിയ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.